അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൻ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ജനുവരി 2, 2024 ബഹുമാന്യനായ ഉസ്താദ് ഫൈസൽ മൗലവി ഹഫിളഹുല്ലയും മജീദ് മദനിയും തമ്മിൽ ഒരു വൈജ്ഞാനിക ചർച്ച നടന്നത് എന്നത് നമ്മളെല്ലാവരും കണ്ടവരും വീക്ഷിച്ചവരുമാണ്. ഈ ഒരു വൈജ്ഞാനിക ചർച്ച ആരെങ്കിലും കാണാൻ ബാക്കിയുണ്ടെങ്കിൽ അത് മുഴുവനും ഒരാവർത്തി കൂടി കാണണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ഒരു വൈജ്ഞാനിക ചർച്ചയുടെ ബാക്കി പത്രം എന്നോണം 2 കാര്യങ്ങൾ പ്രധാനമായും വെളിവാക്കി തരുന്നുണ്ട്. ഒന്നാമത്തെ വിഷയം, ഈ വൈജ്ഞാനിക ചർച്ച മുഴുവൻ വീക്ഷിക്കുന്ന വ്യക്തികൾക്ക് 2 കാര്യങ്ങൾ വ്യക്തമാകുന്നുണ്ട്. ഒന്നാമത്തത്, ഇവരുടെ ആശയം എന്നത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആശയമോ പാരമ്പര്യമോ അല്ല എന്നതാണ്. രണ്ടാമത്തെ കാര്യം, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ പാരമ്പര്യം പോലെ തന്നെ ഈ പാരമ്പര്യം അനുസരിച്ച് ജീവിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ആശയവും പാരമ്പര്യവുമായിട്ട് ഇവർക്ക് യാതൊരു ബന്ധവും ഇല്ല എന്ന് വ്യക്തമാക്കി തരുന്ന ഒരു വൈജ്ഞാനിക ചർച്ച തന്നെയായിരുന്നു മലപ്പുറം വെച്ച് നടന്നത്. എന്നാൽ ഈ ഒരു വൈജ്ഞാനിക ചർച്ചകളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഒറ്റയടിക്ക് ഞങ്ങൾക്ക് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പാരമ്പര്യം വേണ്ട, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ പാരമ്പര്യം ഞങ്ങൾക്ക് വേണ്ട എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചാൽ അത് മുജാഹിദുകൾ വെറുതെ വിടില്ല എന്നതുകൊണ്ട് തന്നെ ഒരുപാട് സ്റ്റെപ്പുകളിലൂടെയാണ് ഇവിടെ കടന്നുപോയത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഒന്നാമതായിക്കൊണ്ട് ഈ ഒരു വൈജ്ഞാനിക ചർച്ചയുടെ വിഷയാവതരണം നമ്മൾ ഇന്ന് എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ വിഷയാവതരണത്തിൽ വെച്ച് അബ്ദുൽ മജീദ് അദ്ദേഹത്തിൻ്റെ വിഷയാവതരണത്തിൽ സൂചിപ്പിക്കുന്ന ആമുഖം നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അദ്ദേഹം പറയുന്നത്, സിഹർ വിഷയത്തിൽ പ്രമാണങ്ങൾ എന്താണ് പഠിപ്പിക്കുന്നത്, സിഹറിന് ഹഖീഖത്തുണ്ടോ തഅ്സീറുണ്ടോ, എന്താണ് പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നത്, ഈ പ്രമാണങ്ങളെ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്, ഈ കൈകാര്യം ചെയ്യുന്നതിനനുസരിച്ച് നമുക്കൊരു പ്രാമാണികമായ വിശകലനങ്ങൾ നടത്താം എന്നൊരു ആമുഖം പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ സംസാരം ആരംഭിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിക്കൊണ്ട് അഹ്ലുസുന്നയുടെ 3 ഇമാമുകളെ, ഇന്ന് ജീവിച്ചിരിക്കുന്ന പണ്ഡിതന്മാരെന്ന് പറഞ്ഞുകൊണ്ട് 3 ഇമാമുകൾ അദ്ദേഹം പരിചയപ്പെടുത്തുന്നുണ്ട്. വേറൊരു തമാശ എന്നുള്ളത്, അതിൽ പറഞ്ഞ 2 ഇമാമുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട് റഹിമഹുമുല്ലാ, ഒരു ഇമാം ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ട്. അങ്ങനെ അദ്ദേഹം അഹ്ലുസുന്നയുടെ ഇമാമെന്ന് പരിചയപ്പെടുത്തി 3 ഇമാമുമാരുടെ ഫത്വകൾ വായിക്കുകയാണ്. ഒന്ന് ഇബ്നു ബാസ് റഹിമഹുല്ലയുടെ ഫത്വയാണ്, രണ്ടാമത്തത് സ്വാലിഹ് ഫൗസാൻ ഹഫിളഹുല്ലയുടെ ഫത്വയാണ്, മൂന്നാമത്തത് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലയുടെ ഫത്വയാണ്. ഈ 3 ഉദ്ധരണികളും വായിച്ചുകൊണ്ട് ഞങ്ങൾ അഹ്ലുസുന്നയുടെ പാരമ്പര്യമുള്ളവരാണെന്ന് സമർത്ഥിക്കാനുള്ള ഒന്നാമത്തെ ശ്രമം വിഷയാവതരണത്തിൻ്റെ ആമുഖങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ മറുപടി വിഷയാവതരണത്തിൽ നിങ്ങൾ പറയുന്ന ഒരു പണ്ഡിതന്മാർക്കും നിങ്ങളുടെ വാദമല്ല ഉള്ളത്, നേരെ മറിച്ച് നിങ്ങൾക്ക് എതിരാണ് ഈ പണ്ഡിതന്മാരൊക്കെ ഉദ്ധരിക്കപ്പെട്ടത് എന്ന് പറഞ്ഞതിന് ശേഷം ഇബ്നു തൈമിയ റഹിമഹുല്ലയുടെ മജ്മൂഉൽ ഫതാവയിലുള്ള ഉദ്ധരണികളടക്കം എടുത്ത് ഉദ്ധരിച്ച് ഈ വാദത്തിന് തെളിവ് സമർപ്പിച്ചപ്പോൾ രണ്ടാമത്തെ ഒരു സ്റ്റേജിലേക്ക് അവർ നീങ്ങുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എങ്കിൽ ഞങ്ങൾ ഈ ഉലമാക്കളൊക്കെ, നിങ്ങൾ പറഞ്ഞ പണ്ഡിതന്മാരൊക്കെ ഏത് ആയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു വർത്തമാനം പറഞ്ഞത് എന്നാണ് രണ്ടാമത്തെ ചോദ്യം വന്നത്. ശരി, ഈ ഉലമാക്കളൊക്കെ, ഉദ്ധരിക്കപ്പെട്ട ഉലമാക്കളൊക്കെ വ്യക്തമായ ആയത്തുകളുടെയും ഹദീസുകളുടെയും അടിസ്ഥാനത്തിലാണ് അവർക്ക് ഉദ്ധരിച്ചത്. റബ്ബനസ്തംതഅ ബഅദുനാ ബിബഅദ് എന്ന ആയത്ത് ഉദ്ധരിച്ചുകൊണ്ടാണ് ഇബ്നു തൈമിയ റഹിമഹുല്ല അടക്കമുള്ളവർ വിശദീകരിച്ചത് എന്ന് പറഞ്ഞ് ഒരുപാട് ആയത്തുകൾ ഓതി ഈ പണ്ഡിതന്മാർ വിശദീകരിച്ച ഉദ്ധരണികൾ വായിച്ചപ്പോൾ അവർക്ക് മുണ്ടാട്ടമില്ല. ശേഷം ഈ പണ്ഡിതന്മാരെ തന്നെ അംഗീകരിക്കാൻ തയ്യാറാകാതെ, ഈ പണ്ഡിതന്മാരെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് ആവർത്തിച്ച് ചോദിച്ചിട്ടും അവരെക്കുറിച്ച് ഒരക്ഷരം മിണ്ടാതെ ഈ പാരമ്പര്യത്തിന് നേരെ വിപരീതമാകുന്ന രംഗങ്ങൾക്കാണ് പിന്നീട് അടുത്ത ചർച്ചകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ തുടങ്ങി കുറച്ച് മുന്നോട്ട് ഇങ്ങനെ പോകുമ്പോൾ ഇജ്മാഇനെ ചോദ്യം ചെയ്യുന്നത് വ്യക്തമായിക്കൊണ്ട് ആ ഒരു സംവാദത്തിൽ വെച്ച് നമുക്ക് കാണാൻ സാധിക്കും. തുടർന്ന് അവർ വീണ്ടും ചില വാദങ്ങൾ പറയുന്നു. മുൻകാലക്കാരായ ഇമാമുകാർക്ക് അവർ മഅസൂമുകളൊന്നല്ലല്ലോ, അവർ തെറ്റുപറ്റാത്തവരൊന്നല്ലല്ലോ, അവർക്കൊരുപാട് തെറ്റുകൾ പറ്റിയിട്ടുണ്ട് എന്ന് നമ്മൾക്കെല്ലാവർക്കും അറിയാലോ. അതുകൊണ്ട് ഈ വിഷയത്തിലും അവർക്കും തെറ്റുപറ്റിയതാവാം
എന്ന ദുർബലമായ ഒരു ന്യായം ഇവർ ഉന്നയിക്കുന്നത് ഇവരുടെ തുടർന്നുള്ള എല്ലാ സംസാരങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും. എങ്കിൽ ഇമാമുമാർ മാസൂമികളെ ശരിയാണ്, എന്നാൽ അഖീദയുടെ വിഷയത്തിൽ അവർക്ക് തെറ്റുപറ്റി എന്ന് പറയുമ്പോൾ നിങ്ങളോട് ഗൗരവകരമായ 2 ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. ഒന്നാമത്തെ ചോദ്യം, ഇവരെ സംബന്ധിച്ചിടത്തോളം സിഹറിന്റെ വിഷയത്തിൽ ഒരു മുൻഗാമികളെ പോലും ഉദ്ധരിക്കാനില്ല. ഒരു മുൻഗാമികളെ പോലും ഉദ്ധരിക്കാനില്ലാതെ സ്വയം നിലക്ക് ഖുർആനിനെയും ഹദീസിനെയും വ്യാഖ്യാനിക്കുന്ന നിങ്ങളാണോ മുൻകാലത്ത് കഴിഞ്ഞുപോയ ഇമാമുകളെക്കാൾ വലിയ ജബലുകളായ പണ്ഡിതന്മാർ നിങ്ങളാണെന്ന് സ്വയം അവകാശപ്പെടുകയാണോ എന്നൊരു ചോദ്യം ഞങ്ങൾക്ക് ചോദിക്കാണ്ട്. രണ്ടാമത്തെ വിഷയം, നിങ്ങൾ ഒരുപാട് ആശയങ്ങൾ ഇവിടെ പഠിപ്പിക്കുന്നുണ്ടല്ലോ, ഒറ്റ മുൻഗാമികളെ പോലും നിങ്ങൾക്ക് ഉദ്ധരിക്കാനില്ല. എങ്കിൽ ചോദിക്കട്ടെ, നിങ്ങളുടെ വാദപ്രകാരം നിങ്ങൾ മഅ്സൂമാണെന്നാണോ പറഞ്ഞു വരുന്നത്? ഒരു തെറ്റും ഞങ്ങൾക്ക് പറ്റണില്ല, മുൻഗാമികൾ എല്ലാവർക്കും പറ്റിപ്പോയി. പക്ഷെ ഇന്ന് ഞങ്ങൾ ഈ ഫത്വ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആയത്തുകളെ ഞങ്ങളെ ഇഷ്ടപ്രകാരം ഒരു മുൻഗാമിയെ പോലും ഉദ്ധരിക്കാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഞങ്ങൾക്ക് ഒരു തെറ്റും പറ്റില്ല, ഞങ്ങൾ മഅ്സൂമികളാണ് എന്നാണോ ഞങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്ന ഈ 2 ചോദ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉണ്ട്. ഇങ്ങനെയാണ് വൈജ്ഞാനിക ചർച്ചയിൽ ആമുഖ സംസാരങ്ങൾ വീക്ഷിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കുക. അതിനുശേഷം 10 ചോദ്യങ്ങൾ ഈ ഒരു വൈജ്ഞാനിക ചർച്ചയിൽ സിഹറുമായി ബന്ധപ്പെടുത്തി നമ്മൾ ചോദിക്കുകയുണ്ടായി. ഈ 10 ചോദ്യങ്ങളിൽ ഒരൊറ്റ ചോദ്യത്തിന് പോലും ഒരു മറുപടി പോലും ഉദ്ധരിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഇന്ന് ഏകദേശം 8 മാസങ്ങൾക്കിപ്പുറം ഈ 10 ചോദ്യങ്ങൾ ഒരാവർത്തി കൂടി ആവർത്തിക്കുകയാണ്. ഈ 10 ചോദ്യങ്ങൾക്ക് നിങ്ങൾ മറുപടി പറഞ്ഞാൽ കേരളത്തിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും അത് പരിഹാരമാകും. അതുകൊണ്ട് ഈ 10 ചോദ്യങ്ങൾ ഒന്നും കൂടി ആവർത്തിക്കുകയാണ് എന്ന് സൂചിപ്പിക്കുകയാണ്. ഒന്നാമത്തെ ചോദ്യമായിക്കൊണ്ട് ഉന്നയിച്ചത് നേരത്തെ ഫൈസൽ മൗലവി ഉസ്താദ് സൂചിപ്പിച്ച വിഷയം തന്നെയാണ്. സിഹറിന്റെ വിഷയത്തിൽ ഹഖീഖത്തും തഅ്സീറും ഉണ്ടെന്ന് വിശ്വസിച്ചാൽ ആ വ്യക്തി കാഫിറായി പോകുമെന്ന് മുൻകാലത്ത് കഴിഞ്ഞുപോയ ഏത് ഇമാമിങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്? ഒറ്റ ഇമാമിനെയെങ്കിലും നിങ്ങൾക്ക് കാണാൻ സാധിക്കുമോ? ആയത്ത് ഓതാൻ വേണ്ടി നമ്മൾ ആവശ്യപ്പെടുകയാണ്. ഒരു ആയത്ത് ഓതിയിട്ട് ആ ആയത്തിനെ വിശദീകരിച്ച് ഏത് ഇമാമാണ് ഇങ്ങനെ ഈ സിഹറിന് ഹഖീഖത്തും തഅ്സീറും ഉണ്ടെന്ന് വിശ്വസിച്ചാൽ അവൻ കാഫിറും മുശ്രിക്കുമായി പോകുമെന്ന് പറഞ്ഞത് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയായിട്ട് ഒന്നാമത്തെ ചോദ്യം ചോദിച്ചത്. അദ്ദേഹം മറുപടിയായിട്ട് 2-3 ആയത്തുകൾ ഓതുന്നുണ്ട്. ആയത്ത് ഓതില്ല എന്നൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. അവർ ഓതിയ ആയത്ത് വജഅലൂ ലില്ലാഹി ശുറകാഅൽ ജിന്ന വഖലഖഹും വഖറഖൂ എന്ന ആയത്തൊന്നും ഓതുന്നുണ്ട്. അല്ലദീന യുഅ്മിനൂന ബിൽ ജിബ്തി വത്വാഗൂത്ത് എന്ന ആയത്ത് അദ്ദേഹം ഓതുന്നുണ്ട്. ലാ യുഫ്ലിഹു സാഹിറു ഹൈതു അതാ എന്ന ആയത്ത് അദ്ദേഹം ഓതുന്നുണ്ട്. ഈ ആയത്തുകളൊക്കെ ഓതിയതിന് ശേഷം സ്വന്തം നിലക്ക് ഓരോ വ്യാഖ്യാനങ്ങൾ പറഞ്ഞു. ഇവിടെ നമ്മൾ ചോദ്യത്തിലുണ്ടായിരുന്നത് ആയത്തുകൾ ഓതി ഈ ആയത്തുകൾ ആരാണ് അങ്ങനെ വിശദീകരിച്ചത് എന്നതായിരുന്നു ചോദ്യം. ആ ചോദ്യത്തിന് ഇന്നേ വരെ ഒറ്റ ഇമാമിനെ പോലും കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. ഇനിയും നിങ്ങൾക്ക് സമയം തരാം, നിങ്ങൾ ഒറ്റ ഇമാമിനെയെങ്കിലും കൊണ്ടുവരണം എന്നതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യമായി കൊണ്ട് വൈജ്ഞാനിക ചർച്ചയിൽ വെച്ച് നമ്മൾ ചോദിച്ച ചോദ്യം എന്നുള്ളത്, ഈ സിഹറിനും ഹഖീഖത്തിനും സിഹറിനും ഹഖീഖത്തിനും തഅ്സീറുണ്ടെന്ന് മുൻകാലക്കാരായ ഇമാമുകൾ എല്ലാവരും ഏകോപിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്നിരിക്കെ ഈ മുൻകാലക്കാരായ ഇമാമുകളൊക്കെയും ശിർക്ക് പ്രചരിപ്പിച്ചവരാണോ? നേരത്തെ ഫൈസൽ മൗലവി ഉസ്താദ് സൂചിപ്പിച്ച അതേ ചോദ്യം തന്നെയാണ്. ഇതേ ചോദ്യം അവിടെ വെച്ച് നമ്മൾ ചോദിച്ചു. ഇമാം ഷാഫിഈ റഹിമഹുല്ല, ഇമാം അബൂ ഹനീഫ റഹിമഹുല്ല, ഇമാം മാലിക്, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലയിൽ തുടങ്ങി ഇമാം ബുഖാരിയും മുസ്ലിമും, അങ്ങനെ അവസാനം KM മൗലവി, അമാനി മൗലവി, ഉമർ മൗലവി എന്നിവരൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് ഇവരൊക്കെ ശിർക്കിന്റെ പ്രചാരകരാണോ എന്ന് നമ്മൾ ചോദിച്ചിരുന്നു. ഇത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഉത്തരം പോലും പറയാൻ കഴിഞ്ഞിട്ടില്ല. ഇനിയും ഞങ്ങൾ ഉത്തരം പ്രതീക്ഷിക്കുന്നു. മൂന്നാമത്തെ ചോദ്യമായിക്കൊണ്ട് വൈജ്ഞാനിക ചർച്ചയിൽ നമ്മൾ ചോദിച്ചത് ഹിശാം ബിൻ ഉർവയുമായി ബന്ധപ്പെടുത്തിയ ഒരു ചോദ്യമാണ്. ഹിശാം ബിൻ ഉർവ ഹദീസിന്റെ വിഷയത്തിൽ സ്വീകാര്യനല്ല എന്ന് അദ്ദേഹത്തിന് തൊട്ടു മുമ്പുള്ള സംസാരത്തിൽ സൂചിപ്പിച്ചിരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് ഇമാം ദഹബി കദ്ദാബ് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന ഒരു കളവ് അദ്ദേഹം തൊട്ടു മുമ്പ് സൂചിപ്പിച്ചു പോയിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ചോദ്യം ചോദിച്ചത്. ഹിശാം ബിൻ ഉർവ ഹദീസ് നിദാന ശാസ്ത്രപ്രകാരം ഹദീസിന് യോഗ്യനല്ല എന്ന് ഏതെങ്കിലും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ടോ എന്നായിരുന്നു ചോദ്യം. ഈ ചോദ്യത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈ ഒരു മർക്കസ് ദഅവ വിഭാഗത്തിൻ്റെ ആദ്യകാല ഒരു വാദമുണ്ട്. ആ വാദം കൂടി മുന്നിൽ വെച്ചായിരുന്നു നമ്മൾ ചോദിച്ചിരുന്നത്. ആ വാദം എന്താണെന്ന് നമുക്കൊന്ന് കേൾക്കാം. സഹീഹുൽ ബുഖാരിയുള്ള വാക്ക്, അതിൻ്റെ ഹദീസ്, അതിൻ്റെ പരമ്പര സഹിയാണ്.
അതിൽ പറയുന്നതല്ല പദങ്ങൾ മുഴുവനും നബിൻ്റേതാണെന്നോ അള്ളാൻ്റെതാണെന്നോ ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ആ പരമ്പര ഇമാം ബുഖാരി മനസ്സിലാക്കിയത് പ്രകാരം അനുസരിച്ച് ആരോഗ്യകരമായ പരമ്പരയാണത്. ആ പദങ്ങളിൽ വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നത് അതുകൊണ്ടാണ്, വാക്കുകൾ വ്യത്യാസം വരുന്നത് അതുകൊണ്ടാണ്. ആ മൂത്തരിവ് എന്ന് പറഞ്ഞത് പദങ്ങൾ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ ഹദീസ് നമ്മൾ സഹി അല്ല എന്ന് തള്ളുന്നില്ല, സഹിയാണെന്ന് കൊള്ളുമില്ല. ഹദീസിൻ്റെ പരമ്പര ഒക്കെ സ്വഹീഹ് തന്നെയാണ്, മത്തിനിലാണ് പ്രശ്നമുള്ളത് എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. അങ്ങനെ വാദിച്ചിരുന്ന മർക്കസുദ്ദാവയുടെ വാദം മാറി ഈ ഹദീസിൻ്റെ സനദിലേക്ക് ചോദ്യം അവരുടെ സംസാരത്തിൽ ഉന്നയിച്ചത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു ചോദ്യം ചോദിക്കാനുള്ള കാരണം. ഇന്നും ഈ ഒരു ചോദ്യം നിലനിൽക്കുന്നു. ഏതെങ്കിലും ഹദീസ് പണ്ഡിതന്മാർ ഹിശാം ഇബ്നു ഉർവ ഹദീസിന് സ്വീകാര്യനല്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവർ ഉദ്ദേശിച്ചത് തന്നെ കട്ടു വായിച്ചതാണ് എന്ന് ആ മുഖാമുഖത്തിൽ വെച്ച് പിടികൂടുകയും നമ്മൾ വ്യക്തമാക്കി കൊടുക്കുകയും ചെയ്തതാണ്. നാലാമത്തെ ചോദ്യമായിക്കൊണ്ട് നമ്മൾ ചോദിച്ചിരുന്നത്, പ്രവാചകന് മാരണം ബാധിച്ച് അദ്ദേഹത്തിൻ്റെ ബുദ്ധിക്ക് തകരാറ് സംഭവിച്ചു എന്നാണ് ഉദ്ധരണികളിൽ നിന്ന് മനസ്സിലാക്കുന്നതെന്ന് ആ സദസ്സിൽ ഇരുന്നിരുന്ന അലി മദനിയുടെ നേരെ ചൂണ്ടിക്കൊണ്ട് ചോദിച്ചു. ഈ ഇരിക്കുന്ന അലി മദനി കളവ് പറഞ്ഞിരിക്കുന്നു. പ്രവാചകന്റെ ഈ സിഹറുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്തു വന്ന ഹദീസുകളിൽ ഏത് ഹദീസിലാണ് ആ ഒരു അർത്ഥം ലഭിക്കുന്നത് എന്ന ഒരു ചോദ്യമാണ് നമ്മൾ ഉന്നയിച്ചിരുന്നത്. ആ ചോദ്യത്തിന് 2 വൈരുദ്ധ്യ മറുപടികൾ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ നമുക്ക് പറയുന്നു കാണാൻ സാധിക്കും. അന്ന് ആ ഒരു സംവാദത്തിൽ വെച്ച് മജീദ് മദനി പറഞ്ഞ വാചകം കേൾക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഉഖിദാനി നിസാ, ഭാര്യമാരെ 5 ഭാര്യമാരെ ഒന്നിച്ചിട്ടുണ്ട്, ഒരാളെടുത്തും പോകാൻ പറ്റിയില്ല. അതിനെ ഇതൊക്കെ പാടെ പറയുന്ന അലി മദനി അതിനെ വളരെ ഡൈല്യൂട്ട് ചെയ്തിട്ട് മനുഷ്യന്മാർക്ക് വായിക്കാൻ പറ്റുന്ന രൂപത്തിൽ ഹദീസിൻ്റെ ഉദ്ധരണികളിൽ ഇങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇത് അത് അലി മദനി പറഞ്ഞാൽ ചെറുക്കുമ്പോൾ ഇത് നോക്കണം, ശരിക്കുമ്പോൾ ഇത് നോക്ക്. ഈ പറഞ്ഞതാണോ അലി മദനി എഴുതിയതാണോ പാകം? അതായത് ഹദീസിൻ്റെ ഉദ്ധരണികളെ അങ്ങനെ ഇല്ല. ഹദീസിൻ്റെ ഉദ്ധരണികളിൽ നിന്നും മൊത്തത്തിൽ അലി മദനിക്ക് മനസ്സിലായത് ഡൈല്യൂട്ട് ചെയ്ത് പറഞ്ഞതാണ് എന്നാണ് അന്നത്തെ ആ ഒരു വൈജ്ഞാനിക ചർച്ചയിൽ വെച്ച് പറഞ്ഞത്. അതേ അലി മദനി തൊട്ടുശേഷം വന്ന അവരുടെ സംസ്ഥാന സമ്മേളനത്തിൽ വെച്ച് പറയുന്ന വാചകങ്ങളൊന്ന് കേട്ടുവെക്കുക. ഇനി പ്രവാചകന്റെ ബുദ്ധിക്ക് തകരാറ് സംഭവിച്ചു എന്നാണ്, മാരണം ബാധിച്ചു എന്ന് പറയുന്ന റിപ്പോർട്ടിലൂടെ സമൂഹത്തെ ഇവർ പഠിപ്പിക്കുന്നത്. പലപ്പോഴും ചില മുസ്ലിയാക്കാർ വെല്ലുവിളിക്കാറുണ്ട്, അങ്ങനെ എവിടെയാണ് ഹദീസിൽ പറഞ്ഞത് എന്ന്. ബുഖാരി റിപ്പോർട്ട് ചെയ്ത 5763 നമ്പർ ഹദീസ്, അതിൽ ഇപ്രകാരം കാണാം: യുഹയ്യലു ഇലൈഹി അന്നഹു യഫ്അലു ശൈഅ വമാ ഫഅലഹു. പ്രവാചകന് തോന്നി ഞാനൊരു കാര്യം ചെയ്തിട്ടുണ്ട് എന്ന്, പക്ഷേ അദ്ദേഹം അത് ചെയ്തിരിക്കുകയില്ല. 3175 നമ്പർ ഹദീസ്, ഹത്താ കാന യുഹയ്യലു ഇലൈഹി അന്നഹു സനാ ശൈഅൻ വലൻ യസ്നഉഹു. നേരത്തെ പറഞ്ഞ ആശയം തന്നെയാണ്. 5765 ഹദീസ്, ഹത്താ കാന യറൗ അന്നഹു യഅതി അന്നിസാ വലാ യഅതിയഹുന്ന. സ്വന്തം ഇണകളെ സമീപിച്ചു എന്ന് പ്രവാചകന് തോന്നുന്നു, പക്ഷേ സമീപിച്ചിട്ടുണ്ടാവുകയില്ല. 5766 നമ്പർ, ഹത്താ ഇന്നഹു ലാ യുഹയ്യലു ഇലൈഹി അന്നഹു യഫ്അലു ശൈഅ വമാ ഫഅലഹു. നേരത്തെ പറഞ്ഞ അതേ ആശയം. 6063 നമ്പർ ഹദീസ്, ഖാലത്ത് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, മക്കത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കദാ വകദാ. ഇങ്ങനെയൊക്കെ നബി കഴിച്ചു കൂട്ടി. യുഹയ്യലു ഇലൈഹി അന്നഹു യഅതി അഹ്ലഹു വലാ യഅതി. സ്വന്തം ഇണകളെ സമീപിച്ചു എന്ന് തോന്നും, പക്ഷേ ചെന്നിട്ടുണ്ടാവുകയില്ല. 6391 നമ്പർ ഹദീസ്, തുബ ഹത്താ ഇന്നഹു ലാ യുഹയ്യലു ഇലൈഹി ഖദ് സനാ ശൈഅ വമാ സനഅഹു. ഇവരെല്ലാം ചെയ്തു എന്ന് തോന്നും, ചെയ്തിട്ടുണ്ടാവുകയില്ല. അപ്പൊ നമുക്ക് പ്രവാചകന്റെ ബുദ്ധിക്ക് തകരാറ് സംഭവിച്ചു എന്നാണ് ഇവർ സമൂഹത്തെ പഠിപ്പിക്കുന്നത്. ഇതേ വരിയാണ് നമ്മൾ സംവാദത്തിൽ വെച്ചും ചോദിക്കുകയും അദ്ദേഹത്തോട് ആ മറുപടി പറയാൻ വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്തത്. പ്രവാചകന് മാരണം ബാധിച്ച് പ്രവാചകന്റെ ബുദ്ധിക്ക് തകരാറ് സംഭവിച്ചു. അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട എല്ലാ റിപ്പോർട്ടുകളും അവിടെ വെച്ച് വായിച്ചു. ആ വായിച്ച റിപ്പോർട്ടുകളിൽ നേരിട്ട് എവിടെയാണ് അങ്ങനെ ഒരു ആശയം പറയുന്നത്, ആ ആശയം ലഭിക്കാത്ത സാഹചര്യം ഉണ്ടായിട്ട് പോലും അദ്ദേഹം പ്രവാചകനെ കുറിച്ച് ഇങ്ങനെ ഒരു കളവ് പറഞ്ഞത് തെറ്റാണ്, നിങ്ങൾ കളവ് പറഞ്ഞിരിക്കുന്നു, ഒന്നില്ലെങ്കിൽ തിരുത്തുക എന്ന് ആവശ്യപ്പെട്ടിട്ട് വൈജ്ഞാനിക ചർച്ചയിൽ വെച്ചും തിരുത്തിയിട്ടില്ല. അതിനുശേഷം അതേ വാദം ഒന്നുകൂടി ഊക്കോടുകൂടി സമ്മേളനത്തിൽ വെച്ച് പ്രഖ്യാപിക്കാൻ നമുക്ക് കാണാൻ സാധിക്കും. ഇതായിരുന്നു 4ാമത്തെ ചോദ്യം. ഈ 4ാമത്തെ ചോദ്യം ഇന്നും നിലനിൽക്കുന്നു. 5ാമത്തെ ചോദ്യമായി കൊണ്ട് നമ്മൾ ചോദിച്ചത്, സിഹറിന്റെ ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹർ ബാധിച്ചു എന്ന് പറയുന്ന ഹദീസ് സ്വഹീഹല്ല എന്ന് എഴുതിയ ഒരു മുഹദ്ദിസിനെ കാണിക്കാൻ പറ്റുമോ എന്നുള്ള ഇതായിരുന്നു നമ്മൾ അന്ന് വൈജ്ഞാനിക ചർച്ചയിൽ വെച്ച് ചോദിച്ചത്. ഒരു ഉത്തരം പോലും നിങ്ങൾക്ക് ആർക്കും കാണാൻ സാധിക്കില്ല. 6ാമത്തെ ചോദ്യമായിക്കൊണ്ട് നമ്മൾ ചോദിച്ചിരുന്നത് ബാബു ഫിൻ നുഷ്റ, നുഷ്റയുമായി ബന്ധപ്പെട്ട ബാബ്, അതായത് ഒരു സിഹറിനെ മറ്റൊരു സിഹറുമായി എടുക്കാമോ ഇല്ലയോ എന്ന് പഠിപ്പിക്കുന്ന മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമുള്ള അദ്ദേഹത്തിന് കിതാബു തൗഹീദ് എന്ന ഗ്രന്ഥത്തിൽ എഴുതിയ ഈ ഒരു ബാബിൻ്റെ കീഴിൽ ശൈത്താന്റെ പ്രവർത്തനത്തിൽപ്പെട്ടതാണ് സിഹർ എന്ന് പ്രവാചകന്റെ ഒരു ഹദീസിനെ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം ഒരു തെളിവെടുക്കുന്നുണ്ട്. ഈ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമുള്ള ശിർക്ക് പ്രചരിപ്പിച്ചവരായിരുന്നോ എന്നതായിരുന്നു 6ാമത്തെ ചോദ്യമായി കൊണ്ട് നമ്മൾ ചോദിച്ചിരുന്നത്.
മറുപടി കിട്ടിയിട്ടില്ല. ഏഴാമത്തെ ചോദ്യമായിക്കൊണ്ട് വൈജ്ഞാനിക ചർച്ചയിൽ വെച്ച് നമ്മൾ ചോദിച്ചത് അൽമനാർ 1958-59 കാലയളവിൽ ഇറക്കിയ അൽമനാറിലൊരു ഉദ്ധരണിയാണ്. മേലെഴുതിയ 6 ഗ്രന്ഥങ്ങൾ സ്വഹീഹുൽ ബുഖാരിയും മുസ്ലിമും അല്ലാത്തവയിൽ സ്വഹീഹ് അല്ലാത്തവയുമുണ്ട്. ബുഖാരിയും മുസ്ലിമും സനദോടുകൂടി കൊടുക്കുന്ന എല്ലാ ഹദീസുകളും മഖ്ബൂൽ സ്വീകാര്യമാണ്, ഒന്നും തന്നെ തെളിവിന് യോഗ്യമല്ലാത്തതില്ല എന്ന് അൽമനാറിൽ എഴുതിയ ഈ ലേഖനം നിങ്ങൾ അംഗീകരിക്കുമോ എന്നതായിരുന്നു ഏഴാമത്തെ ചോദ്യമായി കൊണ്ട് ചോദിച്ചത്. അതിന് മറുപടി ആയിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞത് ബുഖാരിയും മുസ്ലിമും ബുഖാരിയെ മുഴുവനും അംഗീകരിക്കുക എന്ന് പറഞ്ഞത് സിയോണിസമാണെന്ന് പറഞ്ഞ ക്ലിപ്പ് നിങ്ങളെല്ലാവരും കേട്ടത്. ഇതിൻ്റെ മറുപടിയായിരുന്നു നിങ്ങൾ ശ്രദ്ധിക്കുക. ഇന്നും ഈ ചോദ്യം നിലനിൽക്കുന്നു. നിങ്ങൾ ഈ പറഞ്ഞ അൽമനാർ അംഗീകരിക്കാൻ തയ്യാറാണോ? എട്ടാമത്തെ ചോദ്യമായിക്കൊണ്ട് നമ്മൾ ചോദിച്ചിരുന്നത് തൗഹീദിൻ്റെ നവയാഥാസ്ഥിക വ്യതിയാനം, പേജ് നമ്പർ 11 മലക്കുകൾക്കും ജിന്നുകൾക്കും നമ്മെ സഹായിക്കാൻ സാധിക്കുമെന്ന് വല്ലവനും വിശ്വസിച്ചാൽ ശിർക്കും കുഫറും സംഭവിക്കും എന്ന് സലാം സുല്ലമി എഴുതി വെച്ചിട്ടുണ്ട്. ഇന്നും നിങ്ങൾ ഈ വാദം അംഗീകരിക്കുന്നുണ്ടോ വ്യക്തമാക്കുക എന്നതായിരുന്നു ചോദ്യം. ആ ചോദ്യത്തെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല. ഇനിയും വിശദീകരണങ്ങൾ കൂടുതൽ വരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ചോദ്യത്തെ ആവർത്തിക്കുകയാണ്. 9ാമത്തെ ചോദ്യമായിക്കൊണ്ട് നമ്മൾ ചോദിച്ചിരുന്നത് അലി മദനിയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സഹചാരികളും ഒരുപാട് വേദികളിൽ ആവർത്തിച്ചുകൊണ്ട് പാരായണം ചെയ്യുന്ന ആയത്താണ് വഖാലദ്ദാലിമൂന ഇൻ തത്തബിഊന ഇല്ലാ റജുലൻ മസ്ഹൂറാ എന്ന ആയത്ത് ഓതിക്കൊണ്ടാണ് ഒരു സിഹിറിന്, ഈ പ്രവാചകന് സിഹിർ ബാധിച്ചെന്ന ഹദീസ് എതിരാണ് എന്ന് പറയൽ. എങ്കിൽ ആ സദസ്സിൽ വെച്ച് നമ്മൾ ചോദിച്ചത് ഈ ആയത്ത് ഓതിക്കൊണ്ട് പ്രവാചകന് സിഹിർ ബാധിച്ചു എന്ന ഹദീസിൽ യാതൊരു തെളിവുമില്ല, അത് വൈരുദ്ധ്യമാണ്, ഈ ആയത്തിന് വൈരുദ്ധ്യമാണ് ഈ ഹദീസ് എന്ന് സൂചിപ്പിച്ച ഒരു മുൻകാലക്കാരനായ പണ്ഡിതനെയെങ്കിലും നിങ്ങൾ കൊണ്ടുവരൂ എന്നതായിരുന്നു 9ാമത്തെ ചോദ്യം. ഒരൊറ്റ ഉത്തരം പോലും ഇന്നേ വരെ കാണാൻ സാധിച്ചിട്ടില്ല. ഇവർ പറയുന്നു ഈ ആയത്ത് ഓതുന്നു, ഇത് ഈ ഹദീസിന് വൈരുദ്ധ്യമാണെന്ന് പറയുന്നു, അതുകൊണ്ട് ഈ ഹദീസ് സ്വീകാര്യോഗ്യമല്ലെന്ന് പറയുന്നു. ഇത് എവിടുത്തെ ന്യായമാണ് സഹോദരന്മാരെ? ഇതാണ് 9ാമത്തെ ചോദ്യമായി ചോദിച്ചിരുന്നത്. ഇന്നും ഒരു മുൻഗാമിയെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കുമെങ്കിൽ കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെടുകയാണ്. 10ാമത്തെ ചോദ്യമായിക്കൊണ്ട് നമ്മൾ ചോദിച്ചിരുന്നത് യുഅ്മിനൂന ബിൽ ജിബ്തി വത്താഗൂത്ത്. ഇവർ എല്ലാ വേദികളും തെളിവായി കൊണ്ടുപോകുന്നതാണ്. ജിബ്ത്ത് എന്ന് പറഞ്ഞാൽ സിഹിറാണ് എന്ന് പറഞ്ഞുകൊണ്ട് സിഹിറിന് ഹഖീഖത്തും തഅ്സീറും ഉണ്ടെന്ന്, അത് ഫലിക്കുമെന്ന് വിശ്വസിച്ചു കഴിഞ്ഞാൽ അവൻ കാഫിറും മുശ്രിക്കുമാണ് എന്നതിന് തെളിവായിക്കൊണ്ടാണ് ഈ ആയത്ത് പാരായണം ചെയ്യൽ. എങ്കിൽ ഈ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് മുൻഗാമികളായ ആരാണ് അങ്ങനെ പറഞ്ഞതെന്നായിരുന്നു നമ്മുടെ 10ാമത്തെ ചോദ്യം. ഇങ്ങനെ മുൻഗാമികളെ ഉദ്ധരിച്ച് നിങ്ങളുടെ പാരമ്പര്യം അഹ്ലുസുന്നയുടെ പാരമ്പര്യമല്ല, നിങ്ങളുടെ പാരമ്പര്യം മുജാഹിദുകളുടെ പാരമ്പര്യമല്ല, ആണെങ്കിൽ തെളിയിക്കൂ എന്നതിനായിരുന്നു ഒരു വൈജ്ഞാനിക ചർച്ച മുഴുവനും അവസരം കൊടുത്തു. അതിനുശേഷം 8 മാസക്കാലം കഴിഞ്ഞു. ഈ 10 ചോദ്യങ്ങൾക്ക് ഒരൊറ്റ ചോദ്യത്തിന് പോലും ഒരു വ്യക്തമായ മറുപടി പറയാൻ പോലും ഇവർക്ക് സാധിച്ചിട്ടില്ല. ഇനി നിങ്ങൾക്ക് പാരമ്പര്യം വേണോ? പാരമ്പര്യമുണ്ട്. നിങ്ങൾക്ക് ഈ പറയുന്ന ആയത്തുകളൊക്കെ ഇതേപോലെ ദുർവ്യാഖ്യാനിച്ച ആലിമീങ്ങൾ മുൻകാലത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. ആ കഴിഞ്ഞു പോയവർ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ മുഅ്തസിലികളാണ്. അതുപോലെ തന്നെ ഇക്കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന ഓറിയന്റലിസ്റ്റ് കൃതികളിൽ ഒരാവർത്തിച്ച് കണ്ണോടിച്ചു കഴിഞ്ഞാൽ ഇതേ തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ട് സ്വന്തം നിലയ്ക്ക് വ്യാഖ്യാനിക്കുന്നത് കാണാൻ സാധിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് പാരമ്പര്യമുണ്ട്. അത് ഏതാണ്? മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പാരമ്പര്യമോ അഹ്ലുസുന്നയുടെ പാരമ്പര്യമോ അല്ല. നേരെ മറിച്ച് ഞങ്ങളുടെ പാരമ്പര്യം എന്നത് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ പറഞ്ഞ വാചകം പോലെയാണ്. ഇയ്യാക അൻ തതകല്ലമ ബികലിമത്തിൻ വാഹിദത്തിൻ ലൈസ ലക ഫീഹാ ഇമാം. ഒരു ഇമാമുമില്ലാതെ സ്വന്തം നിലക്ക് നീ ഒരു പുതിയ വാദം പറയുന്നതിനെ തൊട്ട് നീ സൂക്ഷിക്കുക. അങ്ങനെ സൂക്ഷ്മത കൈകൊണ്ട് ഒരു പുതിയ വാദം പറയുകയാണെങ്കിലും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് വ്യക്തമായ നിലപാടുണ്ട്, ഉലമാക്കൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഈ നിലപാടിനനുസരിച്ച് സഞ്ചരിക്കുന്നവരാണ് ഞങ്ങൾ മുജാഹിദ് പ്രസ്ഥാനം, ഇതാണ് ഞങ്ങളുടെ പാരമ്പര്യം എന്നത് വ്യക്തമാക്കുന്ന ഒരു വൈജ്ഞാനിക ചർച്ചയായിരുന്നു അത്. അതുകൊണ്ടാണ് ഈ ചോദ്യങ്ങൾ വീണ്ടും ആവർത്തിച്ചത്. ഇനിയെങ്കിലും മറുപടി തരാൻ കഴിയുമെങ്കിൽ തരാം. അല്ലാഹു അലം.